ഓക്കെ ഗായ്സ്, അപ്പോൾ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ തന്നെ ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥയൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം -5 ഡിഗ്രിയാണ് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത്. ഓക്കെ, ഞങ്ങൾ ഇവിടുന്ന് ഷിഫ്റ്റ് ആവുകയാണ്. ഞങ്ങൾ 2 ഡേയ്സ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ വേറെ ഒരു സിറ്റിയിലോട്ട് ഷിഫ്റ്റ് ആവുകയാണ്. അപ്പോൾ നിലവിൽ ഇവിടുത്തെ സിറ്റുവേഷൻസ് ജസ്റ്റ് കാണിച്ചു തരാം. ഇത് കണ്ടതേ, ഫുള്ള് സ്നോവാണ്. വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ സ്നോവാണ്. ഫുള്ള് സ്നോ. നടക്കുന്ന സ്ഥലത്തും എല്ലായിടത്തും സ്നോയാണ്. 2-3 ദിവസമായിട്ട് ഭയങ്കര സ്നോഫോളായിരുന്നു ഈ ഒരു ഏരിയയിൽ. കണ്ടില്ലേ, പുറത്തിപ്പോൾ വലിയ തണുപ്പൊന്നുമില്ല. നല്ല വെയിലടിക്കുന്നുണ്ട്, നല്ല വെയിലടിക്കുന്നുണ്ട്. ഏകദേശം മഞ്ഞ് ഉരുക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് സ്നോ ആയിരുന്നു. ഇപ്പോൾ നിലവിൽ അത് കുറഞ്ഞു. പിന്നെ അതെ ഈ ഒരു ഭാഗത്തൊക്കെ മാറി. ഇതേ ഇവിടുത്തെ മേളിൽ നിന്ന്, അതായത് മേളിൽ നിന്ന് കണ്ട തുള്ളിയായിട്ട് ഇതേ വീണുകൊണ്ടിരിക്കുകയാണ്. അത് ക്യാമറ കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഐസ് ഇപ്പോൾ വെയിൽ കൊണ്ടോട്ടെ, ഐസ് ഉരുക്കിയിട്ട് ഏകദേശം -4 ഡിഗ്രി 5 ഡിഗ്രി ഉണ്ടെങ്കിൽ പോലും ആ ഒരു വെയിലിൻ്റെ ഒരു ഇതിൽ മഞ്ഞ് നിലവിൽ ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്ന് മോസ്കോ വരെ പോവുകയാണ്. അപ്പോൾ കുറച്ച് ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിന് മോസ്കോയിൽ പോവുകയാണ്. ഇത് കണ്ടില്ലേ, ഏകദേശം ഈ ഒരു ഭാഗത്തൊക്കെ കാല് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കാൽപാദത്തിൻ്റെ മേള് വരെയുള്ള രീതിയിൽ ഐസായിട്ടുണ്ട്. കണ്ടോ, നല്ല വെയിലുണ്ട്. പക്ഷേ നല്ല അടിപൊളി വെതറാട്ടോ. ക്ലൈമറ്റ് ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാനാണ് മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫോട്ടോയും എൻ്റെ സുഹൃത്തിൻ്റെ ഫോട്ടോയും വെച്ചിട്ട് ഒരു വ്യക്തി പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്കെതിരെ നമ്മൾ നിയമപരമായിട്ട് ഇപ്പോൾ നിലവിൽ നമ്മൾ മുന്നോട്ടൊരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയും ആ വ്യക്തി അതുപോലെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിയമത്തിൻ്റെ പരമായിട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഓക്കെ, പിന്നെ നമ്മുടെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഓൾറെഡി ഒരുപാട് ആൾക്കാരുടെ പേര് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ അയക്കേണ്ടവർക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ അനാവശ്യമായിട്ട് കമൻ്റ് ഇടുന്നവർക്കെതിരെ നമ്മൾ ലീഗലായിട്ട് നമ്മൾ എങ്ങനെയാണോ ചെയ്യേണ്ടത് അതിൻ്റെ രീതിയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ അനാവശ്യ പ്രചരണങ്ങൾ ഞങ്ങൾക്കെതിരെ പ്രചരിക്കുന്ന വ്യക്തിക്കെതിരെയും നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനിയും അത് തുടരുകയാണെങ്കിൽ ഇനിയും നമ്മൾ അത് ചെയ്യാൻ തയ്യാറാണ്. ഈ സാഹചര്യത്തിനെ പറ്റിയുള്ള അവസാനത്തെ വീഡിയോ ആണത്. അപ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മോസ്കോയിലോട്ട് പോവുകയാണ്. ഇവിടെ ഇപ്പോൾ നിലവിൽ ഐസ് ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ഇന്നൊരു ദിവസം മഞ്ഞുണ്ടെങ്കിൽ നാളെ ഒരു ദിവസം വെയിൽ, അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്. പിന്നെ പെട്ടെന്നായിരിക്കും സ്നോഫോൾ ഉണ്ടാവുന്നത്, നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ നിലവിൽ ടൂറിസത്തിൻ്റെ കുറച്ച് പാക്കേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ പാക്കേജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സമ്മർ ആവാൻ പോണതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം ടൂറിസ്റ്റായിട്ട് വരാൻ പറ്റിയ ആൾക്കാർക്കുള്ള രാജ്യമാണ്. കാരണം ഈ രാജ്യത്ത് ഒരുപാട് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ വിസിറ്റ് ചെയ്യേണ്ട ഒരു കൺട്രിയാണ് റഷ്യ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഈ കൺട്രി വിസിറ്റ് ചെയ്യുക. കാരണം ഇവിടെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്, മോസ്കോ മാത്രമല്ല, വേറെ ഒരുപാട് ഹിഡൻ സ്പോട്ടുകളുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും ഇനിയുള്ള വീഡിയോസിൽ ഞാൻ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക്, ഇനിയിപ്പോൾ ടൂറിസ്റ്റായിട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് വരാം. എന്തായാലും നമ്മൾ ആ സ്ഥലത്ത് പോകുന്നുണ്ട്. അവിടുത്തെ വിശേഷങ്ങൾ എന്തായാലും നമ്മുടെ വീഡിയോസിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്താടാ? ഓക്കെ, അപ്പോൾ നമുക്ക് വീടിൻ്റെ പുറത്തെ സിറ്റുവേഷൻസ് എന്താണെന്ന് കാണാം. പുറത്ത് ഇതാണ് ഇപ്പോൾ നിലവിൽ പുറത്തെ സിറ്റുവേഷൻസ്. ഏകദേശം കണ്ടത് ഈ ഒരു ഭാഗത്തൊക്കെ നൈസായിട്ട് വെള്ളമായിട്ടുണ്ട്. അതായത് ഐസ് ഉരുക്കി വെള്ളമായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കിത് അവിടെ ഒരു കാഴ്ച കാണാം. അവിടെ ഒരു ലേഡി നിലവിൽ ഐസ് വൃത്തിയാക്കുവാണ്. അതായത് അവർക്ക് കാറ് കയറ്റാനുണ്ട് ആ വഴി. അപ്പോൾ ആ വഴി നൈസായിട്ട് ഐസ് വൃത്തിയാക്കുവാണ്. ഇവിടെ ആണെങ്കിൽ പോലും ഫുൾ ഐസായിരുന്നു. നമ്മൾ
അവിടെ മറ്റേ ഐസ് കോരണത് ഈ സാധനം കണ്ടോ, അത് വെച്ചിട്ട് നമ്മൾ കോരി മാറ്റിയിട്ടാണ് വണ്ടി ഇത്രയെങ്കിലും കയറിയത്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ആയി കഴിഞ്ഞാൽ നമുക്ക് അതുപോലും പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു ഒരു 2 days കൊണ്ട് തന്നെ ഈ ഐസ് മൊത്തം ഉരുകാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ ഫുള്ള് വൈറ്റാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഫുള്ള് മറ്റേ ഇതുപോലെയാണ്, എന്താ പറയുക, ഫുള്ള് വെള്ള പഞ്ഞി പോലെ. ഇത് കണ്ടല്ലേ, ഫ്രഷ് ഐസ്. ഇതാണ് നിലവിലിപ്പം മോസ്കോയിലെ സിറ്റുവേഷൻ. ഓക്കെ, പിന്നെ അതുമാത്രമല്ലാണ്ട് ഞങ്ങളിത് വണ്ടിയിൽ പെട്രോൾ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പെട്രോളിന് ഏകദേശം 50 രൂപ 55 രൂപ ലിറ്ററിന്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ബാക്കപ്പായിട്ട് വണ്ടിയിൽ ഒരു 10 ലിറ്റർ പെട്രോള് നമ്മൾ ക്യാനിൽ മേടിച്ചിട്ട് നമ്മളെപ്പോഴും ഡിക്കിയിൽ സൂക്ഷിക്കും. എപ്പോഴെങ്കിലൊക്കെ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നിലവിൽ പെട്രോൾ ഉണ്ട്, ഫ്യൂവൽ ഉണ്ട്, എങ്കിൽ പോലും നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇത് കണ്ടില്ലേ, ഇത് ഞങ്ങൾ മോസ്കോയിൽ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. ഇതിന് റഷ്യനിൽ സമൂക്കാട്ടം എന്നാണ് പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ ഇലക്ട്രിക് സ്കൂട്ടർ, അത് ചെറിയ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയാം. ഇത് ഇത്ര മണിക്കൂറിന് ഇത്ര റൂബിൾസ് വെച്ചിട്ട് നമുക്ക് റെൻറ്റിന് എടുക്കാൻ സാധിക്കും. അതിനുള്ള സ്കൂട്ടറാണിത്. ഇതിപ്പോൾ നിലവിൽ സ്നോ വീണിട്ട് ഈ ഒരു അവസ്ഥയിലാണ്, മനസ്സിലായില്ല, മേളിലൊക്കെ ഇരിക്കുന്നുണ്ട്, ഈ ഒരു അവസ്ഥയിലാണ്. പിന്നെ ഇവിടെ മെയിനായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ മഞ്ഞ് ഉരുകി കഴിയാൻ നേരത്ത് നമ്മുടെ ഈ കാറിലൊക്കെ കണ്ടോ ഫുള്ള് ചെളി അടിച്ച് കയറിക്കണുണ്ടോ. അതിവിടെ എപ്പോഴും കണ്ടുവരുന്ന ഈ മഞ്ഞ് ഉരുകുമ്പോൾ ഉള്ളൊരു സിറ്റുവേഷനാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പുറത്ത് റോഡുകളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വാഹനങ്ങളായാലും ഫുള്ള് ചെളിയും തെറിച്ച് ഭയങ്കര അലമ്പായിരിക്കും. പിന്നെ ഈ ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 ടൈപ്പാണ്, 4 രീതിയിലാണ് ക്ലൈമറ്റ് ഉള്ളത്. വാം, പിന്നെ കോൾഡ്, സമ്മർ, വിൻ്റർ, അങ്ങനെ ഒരു 4 രീതിയിലാണ് ക്ലൈമറ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ടൂറിസ്റ്റായിട്ട് വന്നവർക്ക് പല സമയത്ത് വരുമ്പോഴും, അതായത് പല മന്ത്സിൽ വരുമ്പോൾ പല രീതിയിലുള്ള ക്ലൈമറ്റ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിലവിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി കൂടുതലും നമ്മുടെ ചാനലിൽ ട്രാവൽ വ്ളോഗ്സും അതുപോലെ തന്നെ പുതിയ ഇൻഫർമേഷൻ, അതായത് റഷ്യയുടെ പുതിയ അപ്ഡേഷൻസ് എന്തൊക്കെയാണ് വരുന്നത്, അതിനെപ്പറ്റിയാണ് നമ്മൾ ഇനി നമ്മുടെ ഈ ചാനലിൽ കൂടുതലും വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും വീഡിയോ പയ്യെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ